ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രിപ്പറേഷനോട് എടുക്കുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചെടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചില വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ എനിക്ക് അതായത് അതിൽ നിന്ന് വരുന്നൊരു റെസ്പോൺസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല വേണ്ടുന്നത്, നല്ലൊരു ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടുന്നത് എന്നെനിക്ക് മനസ്സിലായി. ചില കൊച്ചുങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോയും ചിലപ്പം ഫസ്റ്റ് ടൈം കാണുന്ന കൊച്ചുങ്ങളുണ്ടാവും. അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യും. അപ്പോൾ ഞാൻ ആലോചിക്കുക, ജസ്റ്റ് ഒരു വീഡിയോയുടെ പരിചയം മാത്രമേ നമുക്കിടയിലുള്ളൂ, എന്നിട്ട് പോലും നിങ്ങൾക്ക് അത് പറയാൻ, അതായത് ഉൾക്കൊള്ളാൻ ഒരാൾ വേണം, അതായത് മനസ്സിലാക്കുന്ന ഒരാളോട് ഇതൊക്കെ പറയണം. ജസ്റ്റ് നമ്മൾ ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലുതായിട്ട് വലിയ ഐഡിയാസും കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അവരൊന്ന് കേട്ടിരുന്നാൽ മതി. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അവരിങ്ങനെ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയും, അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കൺസോൾ ചെയ്യും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ പഠിക്കണം, ചേച്ചി എവിടെ നിന്ന് തുടങ്ങണം, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ കൂടുതലും ഇങ്ങനെ അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ആ ഒരു തംബ്നെയിലായിട്ട് ഞാൻ കൊടുക്കുന്ന ആ ഒരു ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 ഓഡിയോ കാണുകൂടാ, ഒരു എസ്സേ പോലെ മെസ്സേജ് ടൈപ്പ് ചെയ്തിടും. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം, ആ ആളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ ഇങ്ങനെ ഇപ്പം 2024 ആയിരുന്നപ്പോൾ നമ്മളിങ്ങനെ പറയുമായിരുന്നു അടുത്ത കൊല്ലമല്ലേ ഉള്ളൂ നീറ്റ്, 25-ലല്ലേ ഉള്ളൂ നീറ്റ്. ഇപ്പോൾ 25 അങ്ങോട്ട് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ ഇക്കൊല്ലം തന്നെ അല്ലേ, ഇനിയിപ്പോൾ 3 മാസത്തോടെ കഴിഞ്ഞാൽ എക്സാം അല്ലേ, അങ്ങനത്തെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വിളിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്തിരി കൂടെ ടെൻഷനാവും. എടാ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ലേ ഈ 1 ഇയർ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിത് എഴുതിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ച് പോയി എഴുതിയാലും ടെൻഷൻ അടിക്കാതെ പോയി എഴുതിയാലും നമുക്ക് എന്തായാലും എക്സാം എഴുതിയേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇപ്പം പരമാവധി ഇപ്പോൾ കൂളായിട്ടിരിക്കട്ടെ. എന്തിനാ ഇപ്പോൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ടെൻഷൻ വലിച്ച് കയറ്റുന്നത്? ഇപ്പം ഇനിയുണ്ട് 3 മാസം. ആ ഒരു 3 മാസം ഇത്രയും പ്രഷർ നിങ്ങൾക്ക് എന്തായാലും താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാതാവും. എന്തായാലും നമുക്ക് എക്സാം എഴുതിയല്ലേ പറ്റത്തുള്ളൂടാ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൊല്ലം ചിലവർ ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും, റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും, സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ പരമാവധി കൂളായിട്ട് പോയി എഴുതുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് എഴുതിയേ പറ്റത്തുള്ളൂടാ, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ എഫേർട്ട്, ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആ ഒരു എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത്. ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്, ഞാൻ അത്രയും എഫേർട്ട് ഇടാത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്, അങ്ങനെ ഒരു തോന്നലുണ്ടാവരുത്. ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും അത്രയും ഒരു ഇത് കാണത്തില്ല. ചിലവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് വരുമല്ലോടാ. ശരിക്കും അതാണ് വേണ്ടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ 1 ലക്ഷം ആളുകൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ആ 1 ലക്ഷം ആളുകൾക്ക് അഡ്മിഷൻ കിട്ടാറുണ്ടോ? ഇല്ലല്ലോടാ. ആ 1 ലക്ഷത്തിൽ 10,000 അല്ലെങ്കിൽ ഒരു 20,000 എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 20,000 സ്റ്റുഡൻസിനായിരിക്കും കിട്ടുന്നത്. ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 1 ലക്ഷം ആളുകളും എന്തായാലും എനിക്കത് വേണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ കൊടുക്കുന്നവരല്ലേ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 20,000 ആളുകളുണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നിടത്ത് ഒരു 20,000 ആളുകളുണ്ടെന്ന് വെച്ചോ. അതിലിപ്പോൾ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടും? 3,000 ആളുകൾക്ക് കിട്ടുമായിരിക്കും, 4,000 ആളുകൾക്ക് കിട്ടുമായിരിക്കും. ഈ 10,000 ആളുകളും ഇത്രയും ഫീസ് മുടക്കി അവിടെ വന്നത് എനിക്കൊരു സീറ്റ് കിട്ടുമെന്നുള്ളൊരു ഹോപ്പിൽ തന്നെ ആണല്ലോ. അതിനകത്തിലിപ്പം ഇപ്പോൾ ഈ 10,000 ആളുകളും വൃത്തിക്ക് പഠിക്കുമെന്ന് ഞാൻ പറയത്തില്ല. അതിനകത്തിലിപ്പോൾ ഒരു 5,000 പേര് നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുന്നുണ്ടാവും. അതിൽ ചിലപ്പോൾ ഒരു 1,000 പേർക്കായിരിക്കും ഗവൺമെൻറ്റിൽ ഒരു സീറ്റ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം ഈ ബാക്കിയുള്ള 5,000 പേര് പഠിച്ചില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള 4,000 പേര് പഠിച്ചില്ല എന്നല്ലല്ലോടാ. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക. കിട്ടുമോ കിട്ടത്തില്ലയോ അത് പിന്നത്തെ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാടാ, അതായത് 50% ലക്കും കാര്യങ്ങളും തന്നെയാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ബ്രില്യൻറ്റിൽ തന്നെ ഞാൻ കേട്ട ഒരു സ്റ്റോറിയാണ്. അതായത് അവിടെ കഴിഞ്ഞ ഇയറിൽ അവിടെ സ്ഥിരമായിട്ട് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവന് കിട്ടിയില്ല. അവന് ഫസ്റ്റ് റാങ്ക് അഡ്മിഷൻ കിട്ടിയില്ലെന്നല്ല, അവന് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. പക്ഷേ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ A+ ഒക്കെ മേടിക്കുന്ന കുട്ടിയാണ്. ചിലപ്പോൾ A+ഉം ചിലപ്പോൾ Aയും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു കുട്ടിക്കാണ് കിട്ടിയത് എന്നാണ്. ഇപ്പം ഞാൻ നീറ്റ് എഴുതിയ സമയത്ത്, അതായത് ഞാൻ 20ൽ നീറ്റ് എഴുതിയ സമയത്ത് അവിടെ കിട്ടിയത് അങ്ങനെ ഒരാൾക്കായിരുന്നു. സ്ഥിരമായിട്ട് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടിക്ക് 3rd റാങ്ക് എന്തോ ആയിരുന്നു കിട്ടിയത്.
അതേസമയം സാധാ A+ഉം Aയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരാൾക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അതിൻ്റെ കാരണം എന്താ, ആ ആൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ആ ആൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആ എക്സാമിന് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെന്ന് പറയുന്നത് പകുതി ലക്കും കൂടെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചെയ്തിട്ട് തെറ്റിപ്പോവാം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേസമയം നമ്മൾ അത്രയും വലിയ ബ്രില്യൻ്റ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ നമ്മൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നതെന്നുണ്ടെങ്കിലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പം ബ്ലൈൻഡായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇപ്പോഴത്തെ മാർക്ക് കൊണ്ട് നിങ്ങളെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് 300 മാർക്ക് കിട്ടുന്നുണ്ട്, 400 മാർക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു ഹോപ്പ് തരുന്ന സംഭവം തന്നെയാണ്. ഞാൻ എൻ്റെ മുന്നിലത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു സ്കോർ കിട്ടുന്നത്. എന്നാലും നിങ്ങൾക്കിപ്പോൾ എനിക്ക് 450 കിട്ടുന്നുള്ളൂ, എനിക്ക് 600 കിട്ടത്തില്ല, അല്ലെങ്കിൽ എനിക്ക് 700 കിട്ടത്തില്ല, അങ്ങനെ നിങ്ങളെ ബ്ലൈൻഡായിട്ട് ജഡ്ജ് ചെയ്യരുത്. കാരണം നമ്മൾ ഇനിയും, അതായത് ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ലടാ, ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെയാണ് നീറ്റിന് ചോദിച്ചെങ്കിലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ഹോപ്പ് വിടാതിരിക്കുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാടാ. നമുക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മളിപ്പോൾ May 4 നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്, ആ ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പഠിച്ചാൽ മതിയോ, അങ്ങനെയൊന്നും അല്ലടാ, നമ്മൾ പഠിക്കുക. ഇനി പഠിച്ചാൽ മതിയോ, ശരിക്കും പറഞ്ഞാൽ ഈ നീറ്റ് എന്ന് പറയുന്നത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ പോയി പഠിച്ച് തീർത്ത് എഴുതാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ക്രാഷ് കോഴ്സിന് പോകുന്ന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമായിരുന്നല്ലോടാ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് തുടങ്ങുക. ഇന്ന് തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. ഇനി അങ്ങോട്ട് നീട്ടി വെച്ചിട്ട് പിന്നെ എപ്പോഴാടാ നമ്മൾ ഇത്രയും നാൾ നമ്മളിങ്ങനെ ഉഴപ്പി നടന്നിട്ട് ഒരു മാസം കൊണ്ട് പഠിച്ചെനിക്ക് കിട്ടണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോശമല്ലേ? കാരണം ഈ ഒരു കൊല്ലം അതേന്നും പറഞ്ഞിരിക്കുന്ന പിള്ളേരുടെ അടുക്ക് നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പഠിച്ചിട്ട് എനിക്കും സീറ്റ് കിട്ടണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ഉഴപ്പിനടിക്കുന്ന സമയത്തും ടെൻഷൻ അടിച്ച് കളയുന്ന സമയത്തും വേറൊരാൾ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കല്ലേ കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ പഠിക്കുക. നമുക്കിനിയിപ്പം 3 മാസത്തെ കാര്യമുള്ളടാ, വെറും 3 മാസത്തെ കാര്യമുള്ളൂ. ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അലോട്ട്മെൻ്റ് ഒക്കെ തുടങ്ങാൻ അത്യാവശ്യം ഡിലേയും കാര്യങ്ങളൊക്കെ ആവും. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നന്നായിട്ട് എഫേർട്ട് ഇടണം. ഇപ്പം ഇങ്ങനെ നടക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ പേരൻസിനോട് എന്ത് പറയും, എൻ്റെ സ്കോർ ഇത്രേ ഉള്ളൂ, ഞാൻ പേരൻസിനോട് ഇതുവരെ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ചില കൊച്ചുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് മോശം സ്കോർ, ഇപ്പോൾ ഒരു മോശം സ്കോർ എന്ന് ഞാൻ പറയത്തില്ല, ഇത്തിരി സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾക്കത് പേരൻസിനോട് പറയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ടെൻഷനാണ്, ഇതെങ്ങനെ പേരൻസിനോട് ഞാൻ പറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ പേര് ഇപ്പോഴേ ഞാൻ റിലേറ്റീവ്സിനോട് എന്ത് പറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇപ്പോൾ റിലേറ്റീവ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നോക്കി റിസൾട്ട് നോക്കാനായിട്ടിരിക്കുവാണോ? നമ്മൾ പറയുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന, ഇപ്പോൾ നമ്മൾ അവരോട് ഏത് സ്കോറാണ് എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത്, അതാണ് നിങ്ങളുടെ സ്കോറായിട്ട് അവർ ചിന്തിക്കത്തുള്ളൂ. മനസ്സിലായോ? അതിപ്പം സത്യം പറയണോ കള്ളം പറയണോ അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. നമ്മൾ എന്ത് പറയുക അത് അവർ വിശ്വസിച്ചോളും. വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പം എന്താടാ. ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം അത്രമാത്രം ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് നിന്നാണെങ്കിലും പേരൻസിൻ്റെ ഇടയ്ക്ക് നിന്നാണെങ്കിലും എല്ലാം. അന്നേരത്തേക്കും ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി. പിന്നെ ഞാൻ റിപ്പീറ്റിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പോയി BSc കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്ത്. പക്ഷേ കെമിസ്ട്രിക്ക് കുറച്ച് നാൾ പോയതിന് ശേഷമാണ് ഇതെനിക്ക് പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലായത്. പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് MBBS എടുക്കണം എന്നുള്ളൊരാഗ്രഹം വന്നു. പക്ഷെ എനിക്ക് ഇത് വീട്ടുകാരോ നാട്ടുകാരോ അറിയരുത് എന്നൊരു കാര്യം നിർബന്ധമായിരുന്നു. അങ്ങനെ ഇപ്പം നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാനിതെൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞത്. പക്ഷെ അവർക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം, ഇത് വേറെ ആരോടും പറയണ്ട. കാരണം കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, വേറെ ആരുടെയും ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ BDSന് അഡ്മിഷൻ കിട്ടിയ സമയത്ത് മാത്രമാണ്, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് മാത്രമാണ് എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ, എൻ്റെ അടുത്ത റിലേറ്റീവ്സിനോട് പോലും ഞാൻ പറഞ്ഞത് എനിക്കിതുപോലെ അഡ്മിഷൻ കിട്ടിയെന്നുള്ളത്. കാരണം അവർക്ക് ഭയങ്കര ഞെട്ടലായിരുന്നടാ. ശരിക്കും അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മൾ അനാവശ്യമായിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് ഇവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് സന്തോഷം വരുമ്പം അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരുമ്പോൾ കുത്താൻ മാത്രം വരുന്ന ആളുകളെ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ശരിക്കും എന്ന് വെച്ചാൽ
ഇപ്പം ഞാൻ റിപ്പീറ്റിന് പോവാത്തതിൽ എനിക്ക് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ചില കമൻസ് ഒക്കെ കാണുമ്പോൾ നല്ല വിഷമം വരാറുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് സീറ്റ് നേടിയെടുക്കാവുന്നതേ ഉള്ളായിരുന്നടാ. കാരണം ഞാൻ BSc കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ കൂടെ എൻ്റെ പഴയ നോട്ടും ജസ്റ്റ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ റാൻഡമായിട്ടുള്ള ക്ലാസ്സസും കണ്ട് ആ ഒരു സ്കോറിലോട്ട് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പ്രോപ്പറായിട്ടൊരു കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ആകെ പഴയ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വാശിയായിരുന്നു. ഇനിയിപ്പം 5 പൈസ ആരുടെയും ചിലവാക്കിക്കത്തില്ല എന്നൊരു വാശിപ്പുറത്ത് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. ശരിക്കും ഒന്നും കൂടെ ഞാനിന്ന് ട്രൈ ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പം ഒരു ഗവൺമെൻറ് സീറ്റൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ ഒരു PG സെറ്റാക്കാം, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണെങ്കിലും പറ്റുവടാ. ഇപ്പം എൻ്റെ ആ ഒരു സിറ്റുവേഷൻ അല്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്, ഒത്തിരി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ട. അതായത് പേരൻസിൻ്റെ ഒത്തിരി പൈസ ഞാൻ കൊണ്ട് കളഞ്ഞു, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കാനായിട്ട് നിൽക്കേണ്ട. നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ടടാ. അതായത് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നല്ല സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ബ്രില്യൻറ്റിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പൈസ പോലും ആവത്തുമില്ല. നമ്മളൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി. നമ്മളെ കൊണ്ട് നേടിയെടുക്കും, ഞാനത് നേടിയെടുത്തിട്ടേ വരൂ എന്നൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ കൂളായിട്ടിരിക്കും. നിങ്ങൾ റിലേറ്റീവ്സിനോട് എന്ത് പറയും? അങ്ങനെ ചിന്തിച്ചതിൻ്റെ പേരിൽ ശരിക്കും ഒത്തിരി പണി മേടിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക. പറയുന്നവർ പറയട്ടെ. കുറച്ച് നാൾ പറയും, അടുത്ത ആളെ കിട്ടുമ്പോൾ അവർ വിട്ടോളും. നിങ്ങളിപ്പോൾ അങ്ങനെ ഇരിക്കുക. എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്ന കൊച്ചുങ്ങളുണ്ട്, ചേച്ചി റിലേറ്റീവ്സിനോട് എന്ത് പറയും, അവരുടെ മുന്നിലെ പേരൻസ് നാണം കെടും, അങ്ങനെയൊക്കെ. നിങ്ങൾ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ പേരൻസാണ്. അവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരെ മനസ്സിലാക്കാനാ? അവർ നമ്മുടെ കൂടെ നിൽക്കുവിടാ. നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ അവരെ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് 300 മാർക്കേ കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ അവരോട് 600 മാർക്ക് കിട്ടിയെന്ന് പറയാം. എന്തായാലും 600 മാർക്ക് കിട്ടുന്ന ഒരാൾക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരങ്ങ് വിശ്വസിച്ചോളൂ. മനസ്സിലായോ? നിങ്ങൾ അതൊക്കെ അങ്ങനെ എടുത്തങ്ങ് വിട്. ഇപ്പോൾ എന്തായാലും പരമാവധി കൂളായിട്ടിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളടാ. ടാറ്റ.